എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് ശെഗേവിനെയും ഹഗബ്യാവെയും അവരോട് കൂടെ അവരുടെ സഹോദരന്മാരിൽ 10 പേരെയും ഇങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. മതി. ഞാൻ കർത്താവദാസൻ ജോസ് പാസ്റ്ററെ കാണുന്നുണ്ട്. കർത്തദാസനോട് പ്രത്യേക വന്ദനത്തെ പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്കേറെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് നമ്മൾ വായിപ്പാനിടയായത്. അല്പനേരം ഒരു 1/4 മണിക്കൂറോളം സമയം നമ്മുടെ ദൈവവചന പഠനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചനം നമ്മൾക്ക് ഒരു പോഷകമായി മാറട്ടെ, അല്ലേ? കർത്താവിന്റെ വചനം പറയുന്ന ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്, ദൈവത്തിന്റെ വചനം വാളാണ്, ദൈവത്തിന്റെ വചനം മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെ, ആത്മാവിനെ, സന്ധി മഞ്ചകളെ തുളയ്ക്കുന്നതാണ്, അത് വിവേചിക്കുന്നതാണ്, അല്ലെ? ദൈവത്തിന്റെ വചനത്തിന് ഒരുപാട് ക്വാളിറ്റി വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചന കേൾവി ചൈതന്യം നൽകും. ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ നൽകും. ദൈവത്തിന്റെ വചനം ചിലപ്പോൾ നമ്മെ മുറിച്ചെന്നിരിക്കും, ദൈവത്തിന്റെ വചനം ചിലപ്പോൾ നമ്മെ പ്രാണനെ, ആത്മാവിനെ, സന്ധി മഞ്ചകളെ തുളച്ചെന്ന് വരാം. നമ്മുടെ ചിന്തകളെ, ഭാവങ്ങളെ, വികാരങ്ങളെ ദൈവത്തിന്റെ വചനം വിവേചിക്കാനിടയായി ചെയ്യും. അപ്പോ ദൈവവചനം കേൾക്കുമ്പോൾ വിവേചിക്കേണ്ട സാഹചര്യങ്ങൾ ദൈവമേ ഒന്ന് വിവേചിക്കണം, തുളയ്ക്കേണ്ട മേഖലയൊന്ന് തുളച്ചു തരണം. അല്ല കർത്താവെ, ജീവൻ നഷ്ടപ്പെട്ട മേഖലയുണ്ട്, ആ ഭാഗങ്ങളിൽ എനിക്കൊരു ജീവൻ വേണം. ചൈതന്യമില്ലാത്ത സാഹചര്യമുണ്ട്, അവിടെ എനിക്കൊരു ചൈതന്യം വേണം എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും. ഒരു വാക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം വായിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങയുടെ ആത്മാവിൽ ഇതിനെ വിവേചിച്ച് തിരിച്ച് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് തന്ന ആത്മാവിന്റെ അധികാരത്തിൽ നിന്ന് സംസാരിപ്പാൻ അടിയന് പ്രാപ്തി നൽകണമേ. വന്നു ചേർന്നവരെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കളെ പറഞ്ഞയക്കണം. ദൈവശബ്ദം കാതിന് ബലമായി മാറണം, മനസ്സിന് ശക്തിയായി മാറണം, ശരീരങ്ങളിൽ ആത്മാവിൽ ജീവനായി വെളിപ്പെടണമേ. ശാരീരിക ബലഹീനതയോ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അസാധാരണമായ ദൈവത്തിന്റെ വിടുതൽ ശരീരത്തിൽ അയച്ച് ആത്മീയ വിടുതൽ ഉണ്ടാകാൻ വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. പ്രാർത്ഥനകൻ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എസ്രയുടെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകവും എസ്രയുടെ പുസ്തകവും എബ്രായ ബൈബിളിനകത്ത് ഒരു പുസ്തകമായിട്ടാണെന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ എസ്രയുടെ 9-ാമത്തെ പുസ്തകം, നെഹമ്യാവിന്റെ 9-ാമത്തെ പുസ്തകം, ദാനിയേലിന്റെ 9-ാമത്തെ പുസ്തകം, ഈ 3 പുസ്തകങ്ങൾ പ്രാർത്ഥനയുടെ പുസ്തകങ്ങളാണ്. പ്രാർത്ഥനയുടെ പുസ്തകങ്ങളായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എസ്രയെ കുറിച്ച് നമ്മൾക്ക് ലഭിക്കുന്ന അറിവെന്ന് പറയുന്ന അദ്ദേഹം ഒരു ശാസ്ത്രിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് എസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വരുന്ന ചരിത്ര പശ്ചാത്തലമാണ് ഇതിനകത്തെ സംക്ഷിപ്ത രൂപമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപാട് ചരിത്രങ്ങൾ ഈ പുസ്തകത്തിനകത്ത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് ശുശ്രൂഷയുടെ വചന വിശുദ്ധീകരണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം വായിച്ച വചനം ഇങ്ങനെയാണ്: അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം പുറകാല അനുഭവങ്ങളിൽ അല്ലെങ്കിൽ പുറകിലെ അധ്യായങ്ങൾക്കകത്ത് പരാമർശിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്നൊരു പദം നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവിടെ നിന്ന് ചില ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാം കേൾക്കുന്ന വാർത്തകളോട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളോട് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് തീരുമാനത്തിലേക്കാണ് വരുന്നത്? നമ്മൾ സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടണം. നാം കേൾക്കുന്ന വാർത്തകളും നാം കേൾക്കുന്ന കാണുന്ന പല കാര്യങ്ങളോടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ വിഭിന്നമായ ചിന്താഗതിയാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കും. വേറിട്ട വ്യത്യസ്തമായ രീതികളിൽ പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അല്ല, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില വാർത്തകൾ മാത്രം നമുക്ക് എടുക്കാം. സംഭവങ്ങളൊക്കെ വിട്ടിട്ട് വാർത്തകൾ നമ്മൾ കയ്യിലെടുത്താൽ ചില വാർത്തകളോടുള്ള പ്രതികരണ മനോഭാവമാണ്. ഒരിക്കൽ ഏലിയാവ് താൻ കേൾക്കുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: നാളെ ഈ നേരം എടുക്കുമ്പോൾ നിന്റെ ജീവൻ അവരുടെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ അധികവും തക്കവണ്ണവും എന്നോട് ചെയ്യട്ടെ എന്ന് അവരുടെ നാമം ചൊല്ലി സത്യം ചെയ്യുന്ന ഒരു ഈസബേൽ. ഈ വാക്ക് താൻ കേട്ടപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായ ഏലിയാവ് ആ പദപ്രയോഗത്തിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഒരു ചൂരച്ചെടിയാണ് താൻ തിരഞ്ഞെടുത്തത്. ആ ചൂരച്ചെടിയുടെ അനുഭവത്തിനകത്ത് പോയിരുന്ന് താൻ പറയുന്നു, മതി കർത്താവേ, എന്റെ പ്രാണനെ എടുക്കണം. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ള മനുഷ്യനല്ല, എന്റെ പ്രാണൻ എടുത്താണ്. നോക്കിക്കേ, ഒരു വലിയ അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്ത് ദൈവരാജ്യത്തിന് ശക്തമായി പ്രയോജനപ്പെട്ട് അഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറുന്ന ചങ്കുറപ്പോടെ ദൈവം പറഞ്ഞ ആലോചന തെറ്റാതെ പ്രസ്താവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഇസബേലിന്റെ വാക്കിന് മുമ്പാകെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: മതി കർത്താവേ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവിക അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരാത്മീക ദൂതാണ്. ശുശ്രൂഷ മേഖലയിൽ മടുപ്പ് അനുഭവിക്കുന്ന ആരെങ്കിലും, മതി എന്ന് പറയുന്ന ആരെങ്കിലും, മതി കർത്താവ് ഇനി വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ മതി എന്ന് പറഞ്ഞ ദൈവം ചിലതൊക്കെ തുടങ്ങാൻ പോവുകയാണ്. നീ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെതായ നിർണയപ്രകാരം എത്തേണ്ടിടത്ത് എത്തിക്കാതെ നിന്റെ ശുശ്രൂഷ ഏതൊക്കെ മേഖലകൾ വെല്ലുവിളിച്ചാലും ഏതൊക്കെ സാഹചര്യങ്ങൾ വെല്ലുവിളിച്ചാലും അതിന്റെ മുൻപിൽ അടിയറവ് പറയുന്നതാകരുത് നിന്റെ ശുശ്രൂഷയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രബോധിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ കയറി പറയുകയാണ്. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഏലിയാവ് കർമ്മേലിൽ വാളുകൊണ്ട് ആളുകളെ വെട്ടി വീഴ്ത്തിയത് സത്യമാണ്. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് താൻ വീട്ടിൽ വന്നു. ശേഷം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ആഹാബ് ഇസബേലിനോട് ഏലിയാവ് വാളുകൊണ്ട് കൊന്ന വിവരം എല്ലാം എന്ത് ചെയ്തു പറഞ്ഞത്. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന് നിനക്ക് ആ ശുശ്രൂഷയോട് അത്ര താല്പര്യം കടന്നു വരത്തില്ല. കൂടെ നിൽക്കുന്നവർക്കോ കൈ താങ്ങുന്നവർക്കോ സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും അതിനെക്കുറിച്ച് വലിയ വിശുദ്ധീകരണം കാണത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരു ശുശ്രൂഷ ചെയ്യുമ്പം അതിനെ തിരിച്ചറിയുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്, അത് വിവരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അത് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തായിരുന്നു, ഏതായിരുന്നു എന്ന് വിവരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വേണം ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയിൽ മുൻപോട്ട് യാത്ര ചെയ്യാൻ. അർത്ഥമന ഘടകം ക്ഷേധന വൈഡപമനറിയാംധനേതിഖാനിയാതി പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. നീ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയുടെ പുറകിൽ നിനക്ക് വലിയ, അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ വലിയ മതിപ്പോ അതിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടോ വലിയ സംഭാഷണങ്ങളോ കണ്ടെന്നു വരത്തില്ല. പക്ഷെ അതിനെക്കുറിച്ചാണ് വിടവിടാതെ സംസാരിക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടും. നോക്കിക്കേ, അവിടെ ആ ഇസബേല് സത്യം ചെയ്യുന്നത് ആരുടെ നാമത്തിലാണ്?
ഇസബേല് സത്യം ചെയ്യുന്നത് അവരുടെ ദേവന്മാരുടെ നാമത്തിലാണ്. ഞാനും നീ മനസ്സിലാക്കണം, ഒന്നിലധികം പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ വേട്ടയാടുമ്പോൾ, ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്ത് നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇന്ന് പകലിൽ ദൂതായി വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ആമേൻ പറഞ്ഞാലും ആമേൻ പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി കൈവിടുന്നത്. ഒരു ശുശ്രൂഷയും നിസാരവൽക്കരിച്ച് കാണരുത്, ഒരു ശുശ്രൂഷയും ചെറുതായി കാണരുത്. ഒരു സൂം പ്ലാറ്റ്ഫോമിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരാരാധനാലയത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരു സുവിശേഷ മഹായോഗത്തിന്റെ മുൻപിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, ദൈവത്തിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം വന്നിരിക്കുന്ന രാജാവിന്റെ മുൻപിലല്ല, നാം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുൻപിലല്ല, ഒരു ജാതീയ വ്യക്തിയുടെ മുൻപിലല്ല, മറിച്ച് നീ വന്നു നിൽക്കുന്നത് ദൈവത്തിന്റെ മുൻപിലാണ്. ദേവാദി ദൈവത്തിന്റെ മുൻപിൽ, രാജാദി രാജാവിന്റെ മുൻപിൽ, കർത്താവിന്റെ മുൻപിലാണ് ഞാനും നീയും വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഗൗരവത്തോടെ ദൈവത്തിൽ അരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നത്, യെരൂശലേമിന്റെ മതിൽ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നെഹമ്യാവ് കുറെ നേരം ചിരിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. നെഹമ്യാവ് കുറെ നേരം അതിനെക്കുറിച്ച് 10 പേരോട് പറഞ്ഞെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും? കണ്ടോ, അവരനുഭവിക്കട്ടെ, അവര് ചെയ്തതിൻ്റെയാ. അപ്പൻ ചെയ്ത് മക്കൾ അനുഭവിക്കാതിരിക്കൂ? അമ്മയുടെ ജന്മദോഷം അല്ലേ? നമ്മളാണ് എന്താ പറയുന്നേ? നിങ്ങളവിടെ പഠിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ ദൈവവചനം കേട്ട് മടങ്ങുന്നവരായിട്ടല്ല. നിങ്ങൾക്കറിയാമോ, യെരൂശലേമിൽ സഹോദരന്മാർ വന്നെന്നറിഞ്ഞപ്പം കൊട്ടാരത്തിനകത്ത് സുഖലോലുവനായി ജീവിക്കുന്ന നെഹമ്യാവ് കൊട്ടാരത്തിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് സഹോദരന്മാരോട് തന്റെ കൂട്ടുപ്രവർത്തകരെ കുറിച്ച്, തന്റെ സഹോദര വർഗങ്ങളെ കുറിച്ച്, താൻ പാർത്ത യെരൂശലേമിനെ കുറിച്ച്, അതിന്റെ മതിൽക്കെട്ടുകളെ കുറിച്ച് താൻ ചോദിച്ചെന്ന. നമ്മൾ എന്താ ചെയ്യുന്നേ? ഒരാരാധനാലയത്തിനകത്ത് പോയി ആരാധന കഴിഞ്ഞു വരുമ്പം അടുത്തിരിക്കുന്ന വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പോലും അറിയാതെ പോവുകയല്ലേ ഇന്ന്? അടുത്തിരിക്കുന്ന വ്യക്തി ഒരുപാട് സങ്കടത്തോടെയാ വന്നേ, പക്ഷെ ഒരു വാക്ക് നീ ചോദിച്ചോ? സഹോദര കുറവുണ്ടോ? സഹോദരി സുഖമാണോ? സഹോദര സാരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ച് അവർ പറഞ്ഞൊരു പദം ഇങ്ങനെയുണ്ട്: ഇന്ന് ദൈവദാസന്റെ വചന ശുശ്രൂഷയിൽ എനിക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തി എന്നോട് പറഞ്ഞു, ആ സഹോദരി എന്നോട് പറഞ്ഞു, ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സാരമില്ല, അതാണ് എൻ്റെ ഈ ആഴ്ചത്തെ മന്ന എന്ന് പറയുന്നത്. ഹലോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ഒരു വ്യക്തിയുടെ കൈക്ക് പിടിച്ചിട്ട് സാരമില്ല ബ്രദറെ, സാരമില്ല സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാമെന്നൊരു വാക്ക് സൺഡേ ആരാധനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയുടെ കൈ പിടിച്ചു പറയുമ്പോൾ ആ ആഴ്ചയിൽ ആ വാക്കിന്റെ ബലത്തിൽ അവൻ പലതും കയറി മേടിക്കും, അവർ പലതും നേടിയെടുക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ വാക്ക് അത്രയ്ക്കും ശക്തിയുള്ളതാണ്. തക്ക സമയത്ത് പറയുന്ന വാക്ക് പൊന്നാരങ്ങ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പദങ്ങൾ എങ്ങനെ ഇരിക്കണം? നമ്മുടെ വാക്കുകൾ എങ്ങനെ ഇരിക്കണം? നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ഞാനൊരു കാര്യം കൂടെ ഇതിനർത്ഥത്തിൽ ചേർത്ത് പറയാം. പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരെ ഫ്ലെക്സ് അടിക്കാൻ ആളുകൾ കാണും. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഫ്ലെക്സ് അടിക്കാൻ ആളുകൾ കാണും. കൈ കൊട്ടാൻ ആളുകൾ കാണും. ഇൻവിറ്റേഷൻ ചെയ്യാൻ ആളുകൾ കാണും. കൈ കൂപ്പാൻ ആൾക്കാർ കാണും. കൂടെ നിൽക്കാൻ ആളുകൾ കാണും. പക്ഷേ വാക്കുകൊണ്ട് താങ്ങുന്ന നിന്നെ കുറിച്ച് പറയാൻ ആളുകൾ കണ്ടെന്ന് വരത്തില്ല. നിന്നെ കുറിച്ച് ഫ്ലെക്സ് അടിച്ചെന്ന് വരത്തില്ല. അതൊരു വലിയ കൃപാവര ശുശ്രൂഷയായി നിനക്ക് തോന്നിയിട്ടുണ്ടാകത്തില്ല. പക്ഷേ വാത്സല്യ മാതാവേ, നീ പറഞ്ഞ ഒരു ഒറ്റ വാക്കിന് മുമ്പിൽ ബലപ്പെട്ട എത്ര ജീവിതങ്ങൾ ഉണ്ടെന്നറിയാമോ? ദൈവമക്കളെ, പണം ഉള്ളത് കൊണ്ട് ഒരാൾ ബലം പ്രാപിക്കണമെന്നില്ല. ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് ഒരാൾ ശക്തിപ്പെടുന്നില്ല. പക്ഷെ മനസ്സ് നീവിയ ചിലതിന്റെ അടുക്കൽ വരുമ്പം സാരമില്ലെന്നൊരു വാക്ക് നീ പറയാൻ തയ്യാറായാൽ, അവരെ കുറിച്ചൊരു കുശലാന്വേഷണത്തിന് നീ വിധേയപ്പെടാൻ തയ്യാറായാൽ, അവരുടെ ജീവിതഗതിക്ക് മാറ്റമുണ്ടാകും.
നിങ്ങൾ നോക്കിക്കേ, ഈ മനുഷ്യന്, ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താനൊരു കൊട്ടാരത്തിലായിരിക്കുകയാണ്. അത് ഏറ്റവും മാന്യമായ ജോലിയിലാണ്. പക്ഷെ അവൻ സഹോദരന്മാർ വന്നപ്പോ ചോദിച്ചു, സഹോദര എങ്ങനെയുണ്ട് എന്റെ സഹോദരന്മാർ, എന്ത് സുഖമായിരിക്കുന്നു? അവൻ ചോദിക്കുക, സഹോദര നമ്മുടെ സഹോദരങ്ങളൊക്കെ സുഖമായിരിക്കുന്നു? മതിലെങ്ങനെയുണ്ട്? യെരൂശലേമിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ആയിരിക്കുന്ന യെരൂശലേമിനെ കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് വേണം. നിന്റെ കൂട്ടു സഹോദരന്മാരെ കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം. നീ കടന്നു പോകുന്ന കൊച്ചു സഭയാകാം, വലിയ സഭയാകാം, അതിനെ കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് വേണം. നീ പാർക്കുന്ന പട്ടണത്തെ കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് വേണം. ഈ ഡിവൈസിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുക, നിങ്ങൾ ജനിച്ചു വളർന്ന അതേ മണ്ണിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്? അല്ല, പലരും വിദേശത്തുള്ളവരുണ്ട്. സ്വദേശം വിട്ട് അനേകർ മറ്റു പല അന്യദേശങ്ങളിലായിരിക്കുന്നവരുണ്ട്. എന്തിനാണ് നിങ്ങളെ എന്തിനാ കടൽ കടത്തി അവിടെ കൊണ്ടുപോയത്? രാജ്യങ്ങൾ വിട്ടു കൊണ്ടുപോയത് എന്തിനാ? സംസ്ഥാനങ്ങൾ മാറിക്കൊണ്ടുപോയത് എന്തിനാ? ജില്ല മാറി അവിടെ കൊണ്ട് പാർപ്പിച്ചത് എന്തിനാണ്? ആ പട്ടണത്തിന്റെ കാവൽക്കാരനായിരിക്കാനാണ്. ആ പട്ടണത്തെ കുറിച്ച് ആത്മഭാരമുള്ളവനായിരിക്കാൻ വേണ്ടിയാണ്, കരയുന്നവനായിരിക്കാൻ വേണ്ടിയാണ്. നിന്നെ എന്തിനാ ദൈവോട് കൊണ്ടുവന്ന് ചോദിച്ചാൽ ആ പട്ടണത്തെ കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് നിന്റെ അകത്തുണ്ടാകാൻ വേണ്ടിയാ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, എല്ലാവരോടും കർത്താവ് ചോദിക്കത്തില്ല, പക്ഷെ കാവൽക്കാരോട് ദൈവം ചോദിക്കുന്നു. കാവൽക്കാരാ രാത്രി എന്തായി? എല്ലാവരോടും ദൈവം ചോദിക്കുന്നില്ല, നിന്നോട് ദൈവം ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്കൊരു നിയോഗം വരികയാണ്. കൊത്തളത്തിനകത്ത് കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവം ചോദിക്കും, രാത്രി എന്തായി? സമയം എത്രയായി? സാഹചര്യങ്ങൾ എന്തായി? ആ കുടുംബത്തിന്റെ വിഷയം എങ്ങനെയാണ്? ആ വ്യക്തിയുടെ അനുഭവം എങ്ങനെയാണ്? അത് നിന്നോട് ചോദിക്കും. സുഖലോലിതമായ വീടുകൾ തന്നത്, മണിമാളികകൾ തന്നത്, സാമ്പത്തിക സ്ഥിതികൾ തന്നത്, നല്ല ജോലി തന്നത്, നല്ല പൊസിഷൻ തന്നത്, ഇതൊന്നും നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാനല്ല, മറിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ സന്ദേശം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം അതുപോലെയുള്ള സന്ദേശങ്ങൾ ഇന്ന് ഉൾക്കൊള്ളാൻ ആളുകൾ വളരെ കുറവാണ് ദൈവമക്കളെ. എൻ്റെ ഈ ശുശ്രൂഷയുടെ ഇന്നിൻ്റെ 23 കൊല്ലമായി ഞാൻ ഈ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ചില സത്യങ്ങളാണ് എൻ്റെ മുൻപിൽ വരുന്ന ജനതയോട് ഞാൻ വിശുദ്ധീകരിച്ചു പറയുന്നത്. നോക്കിക്കേ, നെഹമ്യാവ് താൻ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: യെരൂശലേമിന്റെ മതിൽ തീ വെച്ചും ചുട്ടും കിടക്കുന്നു, വാതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്, മതിലുകൾ ഇടിഞ്ഞു കിടക്കുക. ശേഷം പറയാണ്, അവർ അപമാനത്തിലും മഹാകഷ്ടത്തിലിരിക്കുക. ഇത് കേട്ടപ്പം ദൈവത്തിന്റെ ദാസൻ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ കുറേ ദിവസം കരഞ്ഞു. കുറേ ദിവസം, ഒരു നേരമല്ല, 2 നേരമല്ല, കുറേ ദിവസം അതിനെക്കുറിച്ച് കരയാൻ തുടങ്ങി. പിന്നെ അവൻ ഉപവസിക്കാൻ തുടങ്ങി, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഈ കർണപുടത്തിനകത്ത് പലരുടെയും വാർത്തകൾ നീ കേട്ടപ്പോൾ നീ കരഞ്ഞായിരുന്നു? നീ കരഞ്ഞായിരുന്നോ? ദൈവം ചോദിക്കുക, നീ കരഞ്ഞായിരുന്നോ? നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ സഹോദരിയെ കുറിച്ച്, കൂടപ്പുറപ്പിനെ കുറിച്ച്, സ്വന്തം അയൽപ്പക്കത്ത് താമസിക്കുന്ന വ്യക്തിയെ കുറിച്ച്, ഒരു നാശത്തെ കുറിച്ച്, ഒരു തകർച്ചയെ കുറിച്ച് നീ കേട്ടപ്പം നീ കരഞ്ഞോ? നീ കരഞ്ഞോ? നീ കരഞ്ഞോ? ദൈവം ചോദിക്കുക, നീ അതിനെക്കുറിച്ച് കരഞ്ഞോ? അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ? അതിനുവേണ്ടി ഒന്ന് ഉപവസിക്കാൻ നീ തയ്യാറായോ? ഇന്ന് പകരം ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ആ വാർത്തയുടെ മുമ്പിൽ നീ എങ്ങനെയാ പ്രതികരിച്ചത്? ഹലോ, ഞാൻ കടത്തി പറയാ, കുറച്ചും കൂടെ അതിര് കടന്ന് സംസാരിക്കുക. ഇന്ന് ആ സഹോദരന്റെ വീട്ടിലാണ് ആ കുഞ്ഞിന് തകർച്ച ഉണ്ടായെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ വരാൻ അധികം സമയമില്ല.
ഇന്ന് ആ സഹോദരന്റെ വീട്ടിലെ കുടുംബത്തിലെ നാഥനാണ് അറ്റാക്ക് വന്ന് ഈ ലോകം വിട്ടുപോയെങ്കിൽ നാളെ എന്റെയും നിന്റെയും കുടുംബത്തിൽ വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നാളെ ആ സഹോദരിക്കാണ് ലിവറിനകത്ത്, അല്ലെങ്കിൽ ആ സഹോദരിക്കകത്താണ് യൂട്രസിൽ ക്യാൻസർ ഉണ്ടായതെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവമക്കളെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഗൾഫിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് ആമേനുണ്ട്, അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ ആമേനുണ്ട്. പക്ഷെ ദൈവസന്നിധി, ദൈവത്തിന്റെ സന്നിധിയിൽ ഏതെങ്കിലും ഭാഗം ക്ലിയർ എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആമേൻ പറയാൻ നമുക്ക് അല്പം പ്രയാസമാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ ഒരു സ്ഥാനത്ത് യെസ്, നീല ടാർപ്പ, നാടൻ രീതി ഞാൻ പറയാം, നീല ടാർപ്പ നമ്മുടെ വീടിന് മുമ്പിൽ വലിച്ചു കെട്ടിയിട്ട് എവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കസേരകൾ നിരത്തിയിട്ടിട്ട് സമയമാം രഥം പാടി ഒരു പെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം നമ്മുടെ വീടായിരുന്നു. പക്ഷേ അപ്പുറത്ത് നടന്നപ്പോൾ നാളെ എൻ്റെ വീട്ടിൽ വരത്തില്ലെന്ന് പറയരുത്. പരിശുദ്ധാത്മ പറയുന്നു നാളെ നമ്മുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം നാം എത്ര നന്മ അനുഭവിക്കുമ്പോഴും, എത്ര സമൃദ്ധി നിൽക്കുമ്പോഴും, എത്ര സുഖത്തിലായിരിക്കുമ്പോഴും എൻ്റെ അയൽപ്പക്കത്ത്, എൻ്റെ കൂടപ്പുറപ്പിന്, എൻ്റെ പ്രിയരായ എൻ്റെ സഭയിലുള്ളവർക്ക് വേണ്ടി കരയാനിന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗമിടുന്നു. ഇനി എത്ര ദിവസമുണ്ട്, എത്ര കാലമുണ്ട്, ഒരു 2026 ഞാൻ കാലുവെക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നമ്മെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ അടുത്ത നിമിഷം എന്താകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം തന്ന ഈ സമയത്ത് നീ കരഞ്ഞോന്നാ ദൈവം ചോദിക്കുന്നേ, നീ ഉപവസിച്ചോന്നാ ചോദിക്കുന്നേ. സ്വന്തം തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ വീട് വാങ്ങാൻ വേണ്ടി, നമുക്കൊരു കാർ വാങ്ങാൻ വേണ്ടി, നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി കരഞ്ഞത് ശരിയാ, ഉപവസിച്ചത് ശരിയാ. പക്ഷേ ഉടപ്പിറപ്പിന് വേണ്ടി ചെയ്തോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ നമ്മുടെ കുറ്റമല്ലേ, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നമുക്കൊന്ന് ദൈവത്തോട് പറയാൻ, കർത്താവേ, ചില വാക്കുകളോടും ചില വാർത്തകളോടും ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഞാൻ അങ്ങനെ വിശുദ്ധീകരിച്ചു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകേണ്ടാകും. എന്നാൽ കുറച്ചുകൂടെ മടങ്ങി വരട്ടെ. വാർത്തകളോടുള്ള ഓരോ വ്യക്തികളുടെയും പ്രതികരണ മനോഭാവമാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലെ ഭാഗത്ത് അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു എന്നാ വായിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഉപവസിച്ചു. നിങ്ങൾ ഈ ഉപവാസം ചെയ്യുമ്പം എസ്രയുടെ നേതൃത്വത്തിൽ ഈ ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉപവാസം നടക്കുമ്പോൾ എങ്ങനെ നടക്കണം എന്നുള്ള പ്രത്യേക ഒരു വഴി അവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരെയും എസ്ര വീട്ടിൽ വിളിച്ചു വരുത്തി, ഉപവാസത്തിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ വരുത്തി. അപ്പൊ എസ്ര നോക്കുമ്പം ലേവ്യരായ ആരെയും കണ്ടില്ലെന്ന. ഹലോ, ലേവ്യരായ ആരെയും ആ പ്രാർത്ഥനയിൽ കണ്ടില്ല. എല്ലാവരും വന്നിട്ടുണ്ട്, പക്ഷേ ലേവ്യരില്ല. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ ആ പ്രാർത്ഥന യോഗത്തിൽ വന്നില്ല. ഞാനൊരു കാര്യം പറയാം, നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സഭയിലെ ശുശ്രൂഷയോട് പറയണം, പാസ്റ്ററെ ഞാൻ ഉപവസിക്കാൻ പോകുകയാണ്, ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബലമില്ലേ, അത് വേറിട്ടതാണ്. ഞാനൊരു കൊച്ചു സഭയിലെ ശുശ്രൂഷയാണ്, ഏറ്റവും കൊച്ചു 4 കുടുംബം മാത്രമേ എൻ്റെ സഭയിൽ ഇന്നിപ്പോഴുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാസ്റ്ററെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ ഇന്ന യാത്രയ്ക്ക് പോവുകയാണ്, ഞങ്ങൾ ഇന്ന ക്രമീകരണം ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ ഇന്നതുപോലെ, മോൾക്ക് ഇന്നൊരു വിഷയമുണ്ട്, അത് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? ഞാൻ എൻ്റെ ഒരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്ന് ഞാൻ വാശി പറയുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം, എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു വാക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറിട്ട സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം ആ കുഞ്ഞുങ്ങളെ വിളിച്ച് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് വേറിട്ട അനുഭവമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ എസ്ര ശാസ്ത്രി ഇവിടെ പ്രാർത്ഥന യോഗം ചെയ്യുമ്പോൾ അവിടെ അന്വേഷിക്കുന്ന ആരെയാണെന്നറിയാമോ? പുരോഹിതന്മാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച കേൾക്കില്ലേ? ഞാൻ പറയുന്നില്ല കേൾക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ഒരു ശുശ്രൂഷകന്റെ അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ മഹത്വം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും.
മോശയുടെ ജനനത്തിങ്കിൽ അവന്റെ അമ്മയും അപ്പനും എത്ര നാൾ അവന് സൂക്ഷിച്ചേ? 3 മാസം. 3 മാസം കൗണ്ടബിൾ ആയ ഡേറ്റിൽ. 3-ാമത്തെ മാസമായപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മോശ ജനിച്ച കാലം കൂടെ നിങ്ങൾ മനസ്സിലാകും. അപ്പനും അമ്മയും വില കൊടുത്തിട്ടാണ്. കാരണം നിയമം അത്രയും കഠോരമായി നിൽക്കുന്ന സമയമാണ്. പക്ഷെ അവർക്ക് എത്ര പറ്റിയേ? 3 മാസം. എന്നാൽ നിങ്ങൾ വചനം പഠിക്കണം. അതല്യ വാഴുന്നൊരു കാലമുണ്ട്. അന്ന് ജനിച്ച് വീണ കുഞ്ഞുങ്ങളെ എല്ലാം, ആണുങ്ങളെ എല്ലാം അതല്യ കൊന്നുകളഞ്ഞു. വാളുകൊണ്ട് വെട്ടി കൊച്ചു കുഞ്ഞുങ്ങളെ വെട്ടി മുറിച്ചു. നിങ്ങൾക്കറിയാം, യഹോദ എന്ന് പറയുന്ന പുരോഹിതന്റെ ഭാര്യ ഓടി വന്ന് ഇതിനകത്ത് ഒരു കുഞ്ഞിനെ എടുത്തു. ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ആലയത്തിനകത്തേക്ക് കൊണ്ടുപോയി. 6-7 സംവത്സരം ആലയത്തിനകത്ത് ആ കുഞ്ഞിനെ സൂക്ഷിച്ചു. ആര്? ഒരു പുരോഹിതന്റെ ഭാര്യയും. അതല്ലേ ദേശം വാഴുന്ന കാലമാണ്. ഒരു പുരോഹിതനും ആ പുരോഹിതന്റെ ഭാര്യയ്ക്ക് എത്ര സേഫ്റ്റി ഉണ്ട്. പക്ഷെ ഒരു സെക്യൂരിറ്റിയും ലോകത്തിന്റെ ഇല്ലെങ്കിലും ഒരഭിഷക്തനുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നൽകുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് നൽകുന്നതാണ്. അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, നിനക്ക് ചുറ്റുമുള്ള സെക്യൂരിറ്റി ലോകത്തിന്റെ സെക്യൂരിറ്റി അല്ല, സ്വർഗത്തിന്റെ സെക്യൂരിറ്റിയാ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾ ഒരഭിഷക്തന്റെ കയ്യിൽ സേഫ് ആണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ വിട്ടുകൊടുക്ക, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കോഴി അതേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ട പൊരുന്നിരിക്കുന്നത് പോലെ നിന്റെ തലമുറയെ അവരുടെ പ്രാർത്ഥനയുടെ ചങ്ങലയ്ക്കകത്ത് വഹിക്കും. മാതാപിതാക്കൾക്ക് പരിമിതി ഉള്ളപ്പോ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുടെ കൈകളിൽ ഓരോരോ കുഞ്ഞുങ്ങളും സുരക്ഷിതരാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഒരാമ്മയും പറയാൻ പറ്റുമോ? ഒരാമ്മയും പറയാം. അപ്പോ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അടുത്ത ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവര് ആദ്യം ഉപവസിക്കാൻ തുടങ്ങി. അതിനെ പറയുന്നത് ഇങ്ങനെയാണ്, 23-ാമത്തെ വാക്യത്തിനകത്ത് വീണ്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, അതിനെക്കുറിച്ച് ഉപവസിക്കുക. ന്യായമായി നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാകും, ഏതിനെ കുറിച്ചായിരിക്കും പാസ്റ്റർ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 21-ാമത്തെ വാക്യം എന്ന് വായിച്ച്. 21-ാമത്തെ വാക്യം: അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഖബാറ്റിന്റെ അരികിൽ വെച്ച് ഒരു ഉപവാസം പ്രശസ്തപ്പെടുത്തി. ഏതിനെ കുറിച്ചാ അവര് പറഞ്ഞേ? ഏതിനെ കുറിച്ച് ഉപവസിച്ചേ? ഏതിനെ കുറിച്ച് അപേക്ഷിച്ചത്? അവിടെ വളരെ വ്യക്തമായി കാണുന്നു, ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട്. ഹലോ, ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥന ലൈഫ് തന്നെ ചേഞ്ച് ആകുന്നത്. താഴാൻ വേണ്ടി ഉപവസിക്കണോ വാസേ? താഴാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണോ? ഹലോ, നമ്മുടെ ലൈഫിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരികയാണ്. ഏതിനെ കുറിച്ച് അവര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊന്ന് താഴണം. കാര്യം ഞാൻ ശാസ്ത്രീയ, പഠിപ്പുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, കരുത്തുണ്ട്. പക്ഷെ എന്റെ ശാസ്ത്രത്തിന് പറ്റാത്തത് സാധിപ്പിക്കാൻ വേണ്ടി എനിക്ക് ദൈവസന്നിധി ഒന്ന് താഴാനൊരു കൊതി. ഹലോ, നമ്മളൊക്കെ ഉപവസിക്കുന്നത് എന്തിനാണ്? ഇവിടെ ആദ്യം പറയുക, എനിക്കൊന്ന് താഴാൻ കൊതിയ. നമ്മൾ പഴമൊഴി പറയും, താഴ്ന്ന നിലത്തെ നീരോട്ടം ഉണ്ടാകത്തു. ഹലോ,
പത്രോസ് പറയുന്നത് അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരുന്നോണം. അപ്പൊ എന്തിനാ താഴ്ത്തേന്ന് ചോദിച്ചാൽ ഒരു ഉയർച്ച വേണോ, അത് താഴ്ത്തിയേ പറ്റൂ. എങ്ങനെയാ താഴ്ത്തണ്ടേ? രണ്ട് മനുഷ്യര് പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ തന്നെ തന്നെ ഉയർത്തിയാ പ്രാർത്ഥിച്ചത്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ തന്നെ തന്നെ താഴ്ത്തി. അപ്പൊ എങ്ങനെയാ താഴ്ത്തുന്നത് ചോദിച്ചാൽ തന്നെ തന്നെ താഴ്ത്തണം. ഞാൻ എന്ന് എപ്പോ അവസാനിക്കുന്നു, ഞാൻ എന്ന ഭാവം എപ്പോ തീരുന്നു, അവിടെ അനുഗ്രഹം വരുന്നത്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. അപ്പൊ എന്തിനാ താഴ്ത്തുന്നത്? ഉയർച്ച പ്രാപിക്കാൻ. എങ്ങനെയാ താഴ്ത്തേണ്ടത്? തന്നെ. കർത്താവായ യേശു നമുക്കൊരു മാതൃക കാട്ടി. അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അല്ലേ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കുക. മനുഷ്യ സാദൃശ്യത്തിലായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവം ഇതിലെ നീ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി ദൈവസേ താന്നാ മതി. ഒരു മനുഷ്യനെ കാല് പിടിച്ചു പോകണ്ട. തലമുറ ഉയർച്ച പ്രാപിക്കണോ, ദൈവസേ നീ താഴ്ന്നാ മതി. എന്നീ ഒരു നേതാവിനെയും കാല് പിടിക്കാൻ പോകണ്ട, ഒരാളുടെ റിക്വസ്റ്റിനും പോകണ്ട. ദൈവസേ നീ താഴുമ്പോ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എത്ര പേര് സമർപ്പിക്കും? നമ്മുടെ തലയെ കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും, പേര് വിളിച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും, ഈ വചനം ചില മേഖല അക്കുറൈറ്റായി ഇടപെടുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്. നീ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അതോർക്കല്ലേ? തലമുറയുടെ ജോലി മേഖലയിൽ ഒരു ഉയർച്ച നീ കൊതിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് പറയും, നീ എന്റെ സന്നിധി താഴ്ന്നു കൊടുക്ക്, നിന്റെ തലമുറയും നിന്നെയും ഉയർത്താൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. സമയം മുൻപിൽ അധികമില്ലല്ലോ. അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഭാഗത്ത് ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടത് മാത്രമല്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സർവ സമ്പത്തിനും. ഇതിനെക്കുറിച്ച് പറഞ്ഞേ. നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ സമയമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് സമയമില്ലപ്പോ. ദൈവത്തിലെ കർത്താവ് കരയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് എല്ലാവരോടും കരയേണ്ടെന്നാ പറഞ്ഞേ, പക്ഷെ കരയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തലമുറ ഓർത്തിട്ടാണ്. ഒരു അഭിഷക്തൻ എന്നല്ല, ഒരു ശുശ്രൂഷ എന്നല്ല, വളരെ ഗൗരവത്തോടെ പറയാം, ഈ കാലഘട്ടത്തിൽ നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഞാനൊരു പാസ്റ്ററാണ്. പാസ്റ്റർ ആയതുകൊണ്ട് മക്കൾ നന്നാകണമെന്നില്ല, പാരമ്പര്യ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മക്കൾ നന്നാകണമെന്നില്ല, അന്യഭാഷ പ്രവചിക്കുന്നവരുടെ തലമുറ ആയതുകൊണ്ട് നന്നാകണമെന്നില്ല. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയണമെന്ന്. കർത്താവ് പറയും, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണമെന്നാണ്. ഇന്ന് ഈ ഡിവൈസിനകത്ത് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ നിന്നെ കൊണ്ടേ സാധിക്കൂ. ആവശാവി ആരഘട്ടം വൈഡരാജകസ്മി ആംധനിയാദന ലഖാമിയാരഘതുനിയാദന. പരിശുദ്ധാത്മാവ് ചിലരോട് ആത്മാവി ദൂത് പറയുന്നു, നിന്റെ തലമുറ ഏത് കോണിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നവനാണോ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എസെക്കിയേലിന്റെ പ്രവചനത്തിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കേ. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? എസെക്കിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു,
ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. മതി ദൈവമേ, കൂടുതലൊന്നും പറയണ്ട. 30-ാമത്തെ വയസ്സിൽ കേബാർ നദി, കേബാറിനെ കുറിച്ച് പഠിക്കണം. ജാതീയ മേഖലയാണ്. പൈശാചിക ശക്തികൾ കൊടികുത്തി വാഴുന്നു. തിന്മയുടെ ആധിക്യത്തിന്റെ കാഠിന്യത. ഹല്ലേലൂയ. പ്രവാസത്തിലാണ് എസെക്കിയേൽ. അവിടെ അവൻ സ്വർഗം തുറന്ന ദർശനം കണ്ടു. എസെക്കിയേല് കേബാർ നദീതീരത്തിരുന്ന് സ്വർഗം തുറന്ന ദർശനം കാണാൻ കാരണം എസെക്കിയേലിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൊണ്ടല്ല, അവന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന പുരോഹിത കുടുംബമായതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ മാസം ബാംഗ്ലൂർ, അതുപോലെ കർണാടക എന്നീ സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ പോയ സ്ഥലത്തെ കുറിച്ച് പറയാൻ ഞാൻ വലിയ ആളാന്ന് പറയാനല്ല, മറിച്ച് അവിടെ നിങ്ങൾക്കറിയാം എത്രയോ പാസ്റ്റേഴ്സിന്റെ, എത്രയോ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ അർദ്ധരാത്രി എന്നില്ല പകലെന്നില്ല വഴിതെറ്റി മ്ലേച്ഛമായി നടക്കുകയാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ഞാൻ കണ്ടു. അതിന്റെ ഇടയിലും കരഞ്ഞുകൊണ്ട് വന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ച ഒട്ടനവധി കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടു. കാരണം എന്താ? അവിടെ അപ്പനില്ല, അവിടെ കൂടെ അമ്മയില്ല, ഒരു ന്യായം പറയാൻ, തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ആളില്ല. പക്ഷെ അവർക്ക് ആ ഒരു ഉത്ബോധം കൊടുത്ത് എന്താ? പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ കേരളത്തിലുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിനകത്തുള്ളത് കൊണ്ട് ആ തലമുറ ഉള്ളിൽ സമയമായപ്പോൾ ആരാധനയിൽ വന്നു. നിങ്ങൾക്ക് എന്റെ സന്ദേശം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, കരയാണെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞോണം. ഞാൻ പറയട്ടെ, ഈ വിശുദ്ധ തിരുവെഴുത്ത് ഞാൻ കയ്യിലെടുത്ത് പറയുന്നു. ഈ തിരുവെഴുത്ത് ഞാൻ താഴെ വെക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തി ശ്രമിച്ചാലും നടക്കില്ല. പക്ഷെ എൻ്റെ തലമുറകൾ തീരുമാനിച്ചാൽ ഇത് താഴെ വയ്ക്കപ്പെടും. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. ഇന്ന് പകലിൽ നിങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളവരാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വിഭിന്നമായി ഒരു തിരുത്തായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ വലിയ സന്തോഷം ഏതിനാ ഉള്ളേ? എന്തിനാ വയറ് മുറുക്കുന്നേ? എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവും പകലും നീ എന്തിനാ ജോലി ചെയ്യുന്നത്? എന്തിനാ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത്? എന്തിനാ വിദേശത്ത് പോയത്? എന്തിനാ മറ്റുള്ളവരുടെ പാത്രം കഴുകുന്നത്? നിന്റെ തലമുറയുടെ നന്മയ്ക്കല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് വേദനിച്ച് നീ അധ്വാനിച്ചുണ്ടാക്കിയ നന്മ അനുഭവിക്കാൻ നിന്റെ തലമുറ നിന്റെ വെളിപ്പുറത്തില്ലെങ്കിൽ ദൈവം ഇതിനെ നാം എവിടെ എത്തി? നമ്മുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ എവിടെയാണ്? ഇന്ന് പകലിൽ തിരിച്ചു വന്ന് ദൈവാത്മാവ് പറയുന്നു, ഇതിനെക്കുറിച്ച് പറ, മക്കളെ കുറിച്ച് പറ, കുഞ്ഞുങ്ങളെ കുറിച്ച് പറ ദൈവത്തോട്, സമ്പത്തിനെ കുറിച്ച് പറ ദൈവത്തോട്. സമയ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഒടുവിൽ പറയുന്ന ഒരു പദം എങ്ങനെയാണ്? ഞങ്ങളുടെ ദിവസത്തെ താഴ്ത്താൻ വേണ്ടി ഇതിനെക്കുറിച്ചാണ് പറഞ്ഞേ. രണ്ട് പറഞ്ഞ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സർവ്വസമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞേ. മൂന്നാമത് പറയാ, ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു ശുഭയാത്ര വേണം. ശുഭയാത്ര. നിങ്ങൾ ഓർക്കും, ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ ഇത്രയും ഘോഷിച്ച് പ്രാർത്ഥിക്കണമെന്നാ. നമ്മളൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നു, അല്ലെങ്കിൽ കാറിന് കീ എടുത്ത് ചാടി ഇറങ്ങുന്നു, ഓടുന്നു. പ്രാർത്ഥനയുണ്ടോ? കൂട്ടായ്മയുണ്ടോ? എന്ത്? വണ്ടിയെ കയറി അങ്ങ് പോകുന്നേ. ഹലോ, ദൈവം തന്നതൊക്കെ ശരിയാ, പക്ഷെ നീ വണ്ടിയെ കയറുമ്പോൾ പ്രാർത്ഥിച്ചോണം. അമ്മേ, നീ ഒരു പ്രവർത്തനത്തിന് പോകുമ്പോൾ നീ പ്രാർത്ഥിച്ചിറങ്ങ്, അതിനകത്തൊരു വിടുതൽ ഉണ്ടാകും. ശുഭയാത്രയ്ക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കണോ വാസേ? ഇത്രയും ഉപവസിക്കണോ വാസേ? ചരിത്രത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഏതാണ്ട് 4 മാസത്തെ യാത്ര അവർക്കുള്ള. 4 മാസം കള്ളന്മാരും കൊള്ളക്കാരും നിൽക്കുന്ന സ്ഥലത്തൂടെ 4 മാസത്തെ യാത്ര. ഏതാണ്ട് 6000 ആൾക്കാർ കൂടെ, മക്കളായിട്ടും ഭാര്യമാരായിട്ടും സഹോദരന്മാരായിട്ടും ചുരുങ്ങിയത് 6000 പേര് കൂടെയുണ്ട്. നോക്കിക്കേ, വീണ്ടും പറയുന്ന ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച്
212 കോടിയുടെ വില മതിക്കുന്ന ഉപകരണങ്ങൾ, ആലയത്തിലെ ഉപകരണങ്ങളാണ് കയ്യിലുള്ളത്. 212 കോടി. 10 ലക്ഷം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ കിടന്നുറക്കമുണ്ടോ? 10 ലക്ഷം വീട്ടിൽ വെച്ചിട്ട് അലമാരി കൂട്ടാതെ ഇറങ്ങി വന്ന് ഇന്ന് സൂം മാറ്റി ഇവിടെ ആരെങ്കിലും ഇരിക്കും? എനിക്കറിയില്ല. 10 ലക്ഷം രൂപ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിട്ട് ആരാധനയ്ക്ക് പോയ, വാതിലടയ്ക്കാതെ പോയ സുഖമായിട്ട് ആരാധന കൂടുമോ? 212 കോടിയുടെ വില മതിക്കുന്ന വസ്തുക്കൾ ഇവിടെ കയ്യിലുണ്ട്. ഇതുമായി 4 മാസം അവർ നടക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത്. ഇവിടെ എന്നെ പഠിപ്പിച്ച ഒരു പാഠം കൂടെ ഞാൻ പറയാം. ഈ നന്മ കാക്കാനും കുഞ്ഞുങ്ങളെ കാക്കാനും ഈ സമ്പത്ത് കാക്കാനും ലോകത്തിന്റെ ശക്തികൾക്ക് സാധ്യമല്ലെന്ന് ശാസ്ത്രജ്ഞന് ബോധ്യപ്പെട്ടു. ഹലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന നന്മയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മെ സൂക്ഷിക്കാൻ ഈ ലോകത്തിലെ ആയുധധാരികൾക്ക് സാധ്യമല്ലെന്നൊരു ശാസ്ത്രജ്ഞന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒരു ശാസ്ത്രം തോറ്റുകൊണ്ട് പറയുകയാണ്, ഇവിടെ പ്രാർത്ഥനയെ ജയിക്കുള്ളൂ, ഇവിടെ ഉപവാസം ജയിക്കുള്ളൂ, ഇതിന് സംരക്ഷണം തരാൻ ശാസ്ത്രത്തിന് കഴിയത്തില്ല. ശാസ്ത്രിക്ക് ബോധ്യപ്പെട്ടു, ഇവിടെ പ്രാർത്ഥന മാത്രമേ നടക്കൂ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കേ, എല്ലാ കണ്ണുകളും നടത്തുന്ന സമർപ്പിച്ചു കൊടുക്കേ. ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞേ, ഞങ്ങൾക്കൊന്ന് താഴാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സർവ്വസമ്പത്തിന് വേണ്ടി. ഒടുവിൽ പറയുകയാണ്, ഞങ്ങൾക്കൊരു ശുഭയാത്ര വേണം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഉപവസിച്ചതും ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ അതിനനുസരിച്ച് മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവൻ നയിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരവും അനുവാദം തന്ന കർത്തൃദാസനോടും വന്നു ചേർന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ദൈവവചനം കേട്ട എല്ലാവരോടും നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.